എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയുടെ പേര് പറഞ്ഞ് സ്റ്റാൻലിയും റീതാമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, റീതാമ്മ ഇത് ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അന്ന് എൽസമ്മ എൻ്റെ ഭാര്യയല്ല, എനിക്ക് മക്കളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആരോടും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. സ്റ്റാൻലി അങ്ങനെ അഭിപ്രായം ചോദിച്ച് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അതിന് ഇനി മാറ്റവും ഇല്ല എന്ന് പറയുന്നു. അന്നേരം ദേഷ്യത്തോടെ റീതാമ്മ പറയുന്നുണ്ട്, സ്റ്റാൻലി ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, എൽസമ്മയും മക്കളും ആരും ഇല്ലാത്തവരൊന്നുമല്ല. പൊളിക്കത്തറവാട്ടിൽ അന്നും ഇന്നും ഇഷ്ടം പോലെ ആണുങ്ങളുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകം 4 ആങ്ങളമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം സ്റ്റാൻലി ഉത്തരം പറയേണ്ടി വരും. ഈ നാട്ടിൽ കോടതിയും അതുപോലെ പള്ളിയും ഒക്കെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, റീതാമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പം എന്തൊക്കെ ചെയ്താലും ഈ 24 വർഷം ഈ കുളത്തുപുഴ ആറ്റിലൂടെ ഒഴുകിപ്പോയ വെള്ളത്തെ ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ അന്ന് 24 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച കുഞ്ഞിനെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു കയറ്റി വിടാനും പറ്റില്ല. അലീനയുടെ അപ്പച്ചൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ പേര്, ഈ സ്റ്റാൻലിയുടെ പേരും വെട്ടിമാറ്റാൻ സാധിക്കത്തില്ല. അതൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് റീതാമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങ് ചെയ്തോ എന്ന് സ്റ്റാൻലി പറയുന്നു. അന്നേരം ദേഷ്യത്തോടെ റീതാമ്മ പറയുന്നുണ്ട്, അത് സ്റ്റാൻലിയുടെ ന്യായം. പക്ഷേ നീതിമാന്മാരോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേൾക്കുമ്പോൾ മാന്യന്മാർ ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഇങ്ങോട്ട് വരികയോ അവൾ അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യാതെ അവളെ ദത്തെടുക്കേണ്ട കാര്യം സ്റ്റാൻലിക്കില്ലായിരുന്നു. എന്തായാലും എൽസമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാക്കി വെച്ച ഈ അപമാനത്തിന് സ്റ്റാൻലി കണക്ക് പറയേണ്ടി വരും എന്ന് റീതാമ്മ പറയുമ്പം ദേഷ്യത്തോടെ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തു, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന്. അന്നേക്കും വാ മോളെ എന്ന് പറഞ്ഞ് റീതാമ്മ ടാനിയുടെ കൈയും പിടിച്ചങ്ങ് പോകാൻ തുടങ്ങുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ അപ്പൻ്റെ മകളായിട്ട് പിറന്നതാണ് നിങ്ങളുടെയൊക്കെ ശാപമെന്ന്. അന്നേരം റീതാമ്മ ഇനി ഒരു അക്ഷരം ഇവിടെ നിന്ന് മിണ്ടരുത് എന്ന് സ്റ്റാൻലി ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നു. എന്നിട്ട് ഇറങ്ങിപ്പോകാനും പറയുന്നുണ്ട്. മോളിലെ കൈയും പിടിച്ച് റീതാമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അതിനുശേഷം ആൻ്റപ്പനോട് ചോദിക്കും, അവളുടെ മുറി ഏതാ, എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ, കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന്. അന്നേരം ആൻ്റപ്പൻ റൂം കാണിച്ചു കൊടുക്കും. ആ റൂമിലേക്ക് വന്ന് ടാനിയ മോള് റൂമിൽ തട്ടുന്നു. അന്നേരം അലീന ഇറങ്ങി വരുന്നു. അലീന കുളി ഒക്കെ കഴിഞ്ഞാട്ടോ ഇറങ്ങി വരുന്നത്. അന്നേരം ആദ്യമേ അലീനെ കാണുമ്പോൾ ഒന്ന് ഞെട്ടി നിൽക്കും കേട്ടോ റീതാമ്മ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് സ്റ്റാൻലിയുടെ അമ്മയെ, അതുകൊണ്ട് അതേ ഷേപ്പ് തന്നെയാണെന്ന് മനസ്സിലാകുന്നു. പിന്നെ മകളല്ല എന്ന് പറഞ്ഞുള്ള തർക്കത്തിന് അവിടെ വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്ന് റീതാമ്മയ്ക്ക് മനസ്സിലായി. ഏതായാലും ടാനിയ മോള് അലീനയുടെ കയ്യെ പിടിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആരാ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ പപ്പയുടെ മോളാണ് എന്ന്. അന്നേരം അലീന പറയും, ഞാനും ഇവിടുത്തെ പപ്പയുടെ മോള് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ റീതാമ്മയ്ക്ക് പിന്നെയും ചൊറിഞ്ഞ് കയറും. റീതാമ്മ നിൻ്റെ പേരെന്നാടി എന്ന് ചോദിക്കുമ്പം അലീന എന്നാന്ന് പറയും. അന്നേരം ദേഷ്യത്തോടെ പറയുവാണ്, സ്റ്റാൻലിയുടെ പേരുള്ള സ്വത്ത് മോഹിച്ച് ഇറങ്ങി തിരിച്ചതല്ലേ നീ ഒന്നോർത്തോ, 90 ദിവസം ഞാൻ നിന്നെ ഇവിടെ തേക്കത്തില്ല. റീതാമ്മ പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല, ഇതും തെറ്റത്തില്ല എന്ന് പറയും. അന്നേരം ഈ വെല്ലുവിളിയൊക്കെ കേട്ടിട്ടും അലീനയ്ക്ക് ആരാന്ന് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ട് തന്നെ അലീന ചോദിക്കും ആരാ എന്ന്. അന്നേരം മനസ്സിലാക്കി തരാം, അധികം വൈകാതെ തന്നെ മനസ്സിലാക്കിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി പോവേ. അലീന അവർ പോകുന്ന പുറകെ ഇറങ്ങി വരും. അന്നേരം റീതാമ്മ വണ്ടി എടുക്കുന്നു. വണ്ടി സ്റ്റാർട്ടാക്കി തിരിച്ചു പോകുമ്പോഴും അലീന ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അവരങ്ങ് പോയി കഴിയുമ്പം ആൻ്റപ്പനോട് ചോദിക്കും, ഇത് ആരാ എന്ന്. അലീന ഓർത്തത് അത് സ്റ്റാൻലിയുടെ ഭാര്യയാണെന്നാണ്. ആൻ്റപ്പൻ അത് തിരുത്തി കൊടുക്കുന്നുണ്ട്, ഭാര്യയല്ല, ഭാര്യയുടെ ചേച്ചിയാണ്, കൂടെയുള്ളത് കേണൽ സാബിൻ്റെ മോളാണ് എന്ന്. അന്നേരം അലീനയ്ക്ക് ആകെ വിഷമായി. മോള് എന്ന് പറയുമ്പോൾ അലീനയുടെ അനീത്തിയാണല്ലോ, ശരിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അവരോട് എന്നിങ്ങനെ ഒരു പരാതി പോലെ പറയുമ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, അതിനോടൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. മനുഷ്യജീവികളോട് മൊത്തം ഒരു പുച്ഛമുള്ള സ്ത്രീയാണ് അവർ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ കണ്ടിട്ട് എന്ന് അലീന പറയും. അന്നേരം അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, കുറേ കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഞാനിവിടെ വന്നു എന്നറിയുമ്പം ആദ്യം ഓടി വരേണ്ടത് പപ്പയുടെ ഭാര്യയല്ലേ, അവരെന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ പറയും, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല മോളെ, കേണൽ സാബിനോട് ചോദിച്ചാൽ മതിയെന്ന്. അന്നേരം അതെന്താ അങ്ങനെ, ആൻ്റപ്പച്ചേൻ്റെ പേടിയാണോ എന്ന് ചോദിക്കുമ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, കേണൽ സാബിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആ ബൈജുവിൻ്റെ കാര്യത്തിൽ തന്നെ ശരിക്കും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേണൽ സാബ് പെരുമാറേണ്ടത്, അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ എന്ന് പറയുമ്പം അലീന ചിരിച്ചുകൊണ്ട് ചോദിക്കും, അന്ന് എനിക്കൊരു അടി കിട്ടാനുള്ള വക വരെ ഉണ്ടായിരുന്നില്ലേ എന്ന്. എന്തായാലും ഇവിടുന്ന് പോകുന്ന റീതാമ്മ അവിടെ ചെന്ന് ആകെ പ്രശ്നമാക്കുന്നുണ്ട്. 4 ആങ്ങളമാരെയും വിളിച്ചു കൂട്ടുന്നു, ചർച്ച ചെയ്യുന്നു. ഇനി അവരും പള്ളിയിലച്ഛനും പോലീസും എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് വരുന്നു. അതിൻ്റെ പേരിൽ സ്റ്റാൻലിയോട് ചർച്ച ചെയ്യുവാണ്. ഇനി അവർക്ക് സ്വത്തെല്ലാം അലീനയുടെ പേരിൽ പോകുമെന്നുള്ള ടെൻഷനാണ്. അത് ഭാഗം വെക്കേണ്ട രീതികൾ വരെ അവന്മാർ പറയുന്നുണ്ട്. പക്ഷേ സ്റ്റാൻലിയുടെ അടുത്ത് അതൊന്നും നടക്കില്ല കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല രസമുള്ള എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്.